തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും MS സൊല്യൂഷൻ എന്തോ റീച്ചിന് വേണ്ടി കൊടുത്തതാണെന്ന്. അല്ല, +1 അലോട്ട്മെൻറ്റിൽ സയൻസ് വിദ്യാർത്ഥികൾക്ക്, സയൻസ് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പണി കിട്ടിയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ പണികളെല്ലാം തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം സയൻസ് ഇപ്പോൾ ഞാനിവിടെ 360ഓളം കുട്ടികളുടെ ഓഫ്ലൈൻ ഫോം ഫില്ല് ചെയ്യുന്നത് തൊട്ട് A to Z കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 320ഓളം കുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസുമാണ്. കാരണം അവർക്ക് മാർക്ക് കുറവുണ്ട്, എന്നാൽ അവർക്ക് എന്ത് വേണം? സയൻസ് വേണം താനും. സയൻസ് തന്നെ പഠിക്കണം സാർ, എനിക്ക് സയൻസ് മതി, സയൻസ് മതി, സയൻസ് മതി. എന്തുകൊണ്ടാണ് അവർ സയൻസ് ഇഷ്ടപ്പെടുന്നത് എന്നറിയില്ല. മേ ബി അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായിരിക്കും. പ്ലസ് 10ാം ക്ലാസ്സിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സബ്ജക്റ്റുകളെല്ലാം തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടുമാകാം. അല്ലെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും സയൻസ് എടുക്കുകയാണ്, അതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു എന്നതും ഒക്കെ ആവാം. പക്ഷേ നിങ്ങൾ എത്ര മാർക്ക് 10ാം ക്ലാസ്സിൽ നേടിയവരാണെങ്കിലും നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. മാർച്ച് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ മെയ് കഴിയാനായിട്ടുണ്ട്. 2 മാസമായിട്ട് ഒരു പുസ്തകത്തിനോടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കമ്മിറ്റ് ചെയ്തിട്ടില്ല. ശരിയല്ലേ? നിങ്ങൾ പോകാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി വീട്ടിൽ നിന്ന് ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത് തന്നെയല്ലേ പരിപാടി? റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഉഷാറായി. കാര്യം ഒരുപാട് പ്രോഗ്രാമുകൾ വന്നു, ട്രോഫികൾ വാങ്ങാൻ നിങ്ങൾ പോയി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധികളിലേക്കാണ്. കൃത്യമായിട്ട് അതിനെ അനാവരണം ചെയ്തില്ലെങ്കിൽ, കൃത്യമായി ഫോക്കസിങ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എന്താണ് 2 വർഷം ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു സ്കൂൾ 2 വർഷം ഞാൻ ആ സ്കൂളിലാണെന്നും നിങ്ങളുടെ ആ 2 വർഷത്തെ മാക്സിമം ടൈമും നിങ്ങൾ ആ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതും, ആ കോഴ്സിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതും. ട്യൂഷനോ ഓൺലൈനോ ഒക്കെ അതൊക്കെ വേറെ, അതൊക്കെ സെക്കൻഡ് സ്ഥാനമാണ്. സെക്കൻഡ് ഹാൻഡ് സാധനം എന്ന് പറയുമ്പോൾ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്കൂളോ ഇഷ്ടപ്പെടാത്ത സ്കൂളോ ആവട്ടെ നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ആ സ്കൂളിലെ സയൻസിൻ്റെ ക്ലാസ് റൂമിലെ 60ഓളം വരുന്ന കുട്ടികളിൽ ഒരാളായിട്ട് ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നറിയോ? റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ +2 റിസൾട്ട് ഇന്ന് വന്നു. 1200-ൽ 1200 നേടിയത് കേവലം 41 വിദ്യാർത്ഥികൾ മാത്രമാണ്. അതിൽ 28 വിദ്യാർത്ഥികൾ മാത്രമാണ് സയൻസിൽ ഫുൾ മാർക്ക് നേടിയത്. ഇനി ഫുൾ എ പ്ലസ് എന്ന് സ്റ്റാറ്റസ് വെച്ച +2ലെ കുട്ടികളുണ്ടല്ലോ, അവരുടെ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരിക. പക്ഷേ അവർക്ക് പാളിപ്പോയ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അറിയണം, ഇല്ലെങ്കിൽ പണി കിട്ടിയിരിക്കും. നോക്കിക്കേ, ഒരു കുട്ടിയുടെ റിസൾട്ടാണ്, എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. പക്ഷേ ആ കുട്ടിയുടെ +2വിൽ പരീക്ഷ ടഫായിരുന്നു. ഏത്? കെമിസ്ട്രിയും ഫിസിക്സും ടഫായിരുന്നു. പക്ഷേ +1ൽ ആ കുട്ടിക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഫുൾ മാർക്കാണ്. കാരണം +1ൽ സിമ്പിൾ പരീക്ഷയായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും പക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഫുള്ള് കിട്ടിയിട്ടോ, വേറെ കാര്യം. പക്ഷേ ഈ വർഷം +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫിസിക്സും കെമിസ്ട്രിയും ടഫിനുമേൽ ടഫായിരുന്നു. ആ ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഒരു 6 മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ടോട്ടൽ എടുത്തപ്പോൾ, കാര്യം +1ൽ ആ കുട്ടി ഫുൾ മാർക്ക് നേടിയത് കൊണ്ടാണ്, +1ൽ ഫുൾ മാർക്ക് നേടിയത് കൊണ്ടാണ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് A+ലേക്ക് എത്തിയത്. എന്നാൽ +2വിനെ മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ ടഫായിരുന്ന ആ സബ്ജക്റ്റുകളിൽ കുട്ടിക്കും പേടിയുണ്ടായിരുന്നു ആ 2 വിഷയങ്ങളിൽ A+ കിട്ടില്ല എന്ന്. പക്ഷെ ടോട്ടൽ മാർക്കിൽ +1ൽ ആ കുട്ടി സേഫ് ആയതുകൊണ്ട് ആ കുട്ടിക്ക് A+ കിട്ടി. പക്ഷെ മാർക്ക് നോക്കിക്കേ, +2 മാത്രമായിരുന്നു റിസൾട്ടെങ്കിൽ നോക്കടാ, ഫിസിക്സിൽ 48 മാർക്ക്, കെമിസ്ട്രിയിൽ വെറും 34 മാർക്ക്. C+ ഉള്ളൂ. C+ മാർക്ക് ബി ഗ്രേഡാണ് 34 വരുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ട് അവിടെ. +2 മാത്രമായിരുന്നു ഇന്ന് റിസൾട്ട് വന്നിരുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഫുൾ A+ എന്ന സ്റ്റാറ്റസ് ഇടാൻ കഴിയുമായിരുന്നില്ല. അടുത്ത നോക്കിക്കേ, ഒരു 5 A+ഉം 1 A ഗ്രേഡുള്ള കുട്ടിക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ 39-34 മാർക്കാണ്. പക്ഷേ +1ൽ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫിസിക്സിൽ ജസ്റ്റ് 52 മാർക്കാണ്. അതിൽ ഗ്രേസ് മാർക്ക് 4 മാർക്ക് ആഡ് ചെയ്തിട്ട് A+ ആയിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഫുൾ മാർക്കുമാണ്. അത്രയും മാർക്ക് നേടിയ കുട്ടി ഫിസിക്സും കെമിസ്ട്രിയും +2വിൽ വെറും 39-34 മാർക്കിലേക്ക് ചുരുക്കപ്പെട്ടു. 1-2 റിസൾട്ടുകളല്ല ഞാനിവിടെ കൊടുത്തത്. ഇതാ +2വിൽ ഫുൾ A+ നേടിയ മറ്റൊരു പെൺകുട്ടി ദിയ നാസർ എന്ന് പറയുന്ന പെൺകുട്ടി നോക്കിക്കേ, ഫിസിക്സിൽ 58 മാർക്ക് +1ൽ നേടി. പക്ഷേ ഫിസിക്സിൽ 54,
ഇനി കെമിസ്ട്രി 60 മാർക്ക് ഉണ്ട്, അവിടെ 49 മാർക്ക്. കെമിസ്ട്രി അവൾക്ക് പണി കൊടുത്തു. ഫിസിക്സും വലിയ മാറ്റമൊന്നുമില്ല, 56 മാർക്ക് വേണം A+ കിട്ടണമെങ്കിൽ. അടുത്തത് 54 കേട്ടോ. അടുത്ത നോക്കിക്കേ, ഒരു നാസിയ ജബി എന്ന് പറഞ്ഞ കുട്ടിക്കും ഇവിടെ നോക്കിക്കേ 2 വിഷയങ്ങൾ 107, 108 ആണ് ഫിസിക്സും കെമിസ്ട്രിയും. പക്ഷേ 115ഉം 118 ഒക്കെ ബയോളജിയിലും മാത്സിലും ഉണ്ട്. 120ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ആ കുട്ടിക്ക് TE മാർക്ക് 107 മാർക്കുണ്ട്, 108 മാർക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് ഇത് കിട്ടിയില്ല, +2ൻ്റെ ഇത് കിട്ടിയില്ല. +2 മാത്രമായിരുന്നെങ്കിൽ മാർക്ക് കുറഞ്ഞേനെ. അടുത്തത് ഇതാ ഫുൾ A+ ഉള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് 1174 മാർക്കുണ്ട്. ആ കുട്ടി 1200-ൽ 1200 നേടാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലുള്ള കുട്ടിയാണ്. ജഫ്ന അജ്മൽ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. 1274 മാർക്കാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഫിസിക്സിൽ 58ഉം കെമിസ്ട്രിയിൽ 60 മാർക്കുമായിരുന്നു +1-ലെങ്കിൽ +2-വിൽ അത് 56ഉം 54ലേക്കും ചുരുങ്ങിപ്പോയി. പക്ഷേ A+ ആണ്, ഫുൾ A+ ആണ്. ഫുൾ A+കളല്ല +2 കഴിഞ്ഞിട്ട് നോക്കുക, പെർസെൻറ്റേജാണ്. ഈ ഫുൾ A+ അല്ല സ്റ്റാറ്റസ് വെക്കേണ്ടത്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്. പക്ഷേ ഈ കുട്ടി അടിപൊളി കേട്ടോ, 1174 മാർക്ക്. കേവലം 1200-ലേക്ക് എത്താൻ ഒരു 26 മാർക്ക് മാത്രമാണ് ആ കുട്ടിക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം നിങ്ങളെ കാണിക്കുന്നത് എന്താണ്? തൊട്ടടുത്തൊരു മിൻഹ PM ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കുട്ടിയാണ്. പക്ഷേ ഗ്രേസ് മാർക്ക് വാങ്ങാതെ ഫുൾ A+ നേടിയൊരു കുട്ടിയും കൂടിയാണ്. ഗ്രേസ് മാർക്കിന് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ള റഹ്മാനിയ സ്കൂളിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ റിസൾട്ട് വന്നപ്പോഴും ഫുൾ A+ ആണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയ വിഷയങ്ങൾ നോക്കിക്കേ, ഫിസിക്സ് 46, കെമിസ്ട്രി 49. കഷ്ടിച്ച് +1-ൽ ഫിസിക്സിൽ 55ഉം കെമിസ്ട്രിയിൽ 60 ഉള്ളത് കൊണ്ട് ആ കുട്ടി കഴിച്ചിലായി പോയി. ഫുൾ A+ എന്ന സ്റ്റാറ്റസ് ആ കുട്ടി കിട്ടി. ഗ്രേസ് മാർക്ക് നോ. 1122 മാർക്ക് ആ കുട്ടി നേടിയിട്ടുണ്ട്. സോ ഈ റിസൾട്ടുകളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ശ്രദ്ധിച്ച് എന്താണത്? യെസ്, ആ കുട്ടികൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും എന്ത് സംഭവിച്ചു? മിസ്റ്റേക്ക് സംഭവിച്ചു. അവർ പഠിച്ചു പോയത് ശരിയായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അയച്ചു നോക്ക്, +1-ൽ ആ കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ +2-ൽ ആ കുട്ടികൾക്ക് നല്ല മാർക്കില്ല. എന്താ കാരണം? പത്രത്തിലടക്കം വന്ന വാർത്തയാണ്, +2-ൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും കഠിനമായിരുന്നു പരീക്ഷ. പക്ഷേ അതൊരിക്കലും സിലബസിൻ്റെ ഔട്ടിൽ നിന്നല്ല ചോദിച്ചത്, സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. ഈ കുട്ടികളെല്ലാവരും പഠിച്ചു പോയ മാതൃക എന്ന് പറയുന്നത്, ആ കുട്ടികൾ എന്ത് ചെയ്തു? തിയറി വളരെ കൃത്യമായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവർ കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്തു. ഇത് തന്നെയായിരുന്നു അവരുടെ മെയിൻ പരിപാടി. MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്കിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തപ്പോൾ പഠിച്ച കുട്ടിയൊക്കെ A+ കിട്ടിയത്. അത് ഞാൻ അന്തസ്സോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും പറയും. ആ കുട്ടിയുടെ വോയിസ് വരെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കേൾപ്പിച്ചു തരുന്നുണ്ട്. നല്ല വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുക്കിനെ കുറിച്ചൊക്കെ പറയുന്ന വോയിസുകളുണ്ട്. തിയറിയും PYക്കും കൃത്യമായി പഠിച്ചു. പക്ഷേ എന്തുകൊണ്ട് +2-ൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും അവർക്ക് ടഫായി? നിങ്ങൾ വിചാരിക്കും സാറേ അതൊരു വർഷമല്ലേ. അല്ലടാ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കഴിഞ്ഞ നീറ്റും ജെയും കണ്ടിരുന്നോ? നീറ്റും ജെയും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം നീറ്റ് പരീക്ഷ പോലും JEE ലെവലിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റാതായി പോയി. കാരണം എന്തേ? നീറ്റ് പരീക്ഷ പോലും ഫിസിക്സ് കെമിസ്ട്രി JEE ലെവലിലേക്ക് മാറി. സോ +1-ൽ ഫിസിക്സും കെമിസ്ട്രിയും എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് MS സൊല്യൂഷൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതും. MS സൊല്യൂഷൻ ഈ വർഷം +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ബാച്ച് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ കുട്ടികൾ ചോദിച്ചിരുന്നു, സാർ ബയോളജി ഇല്ലേ, മാത്സ് ഇല്ലേ? ഞാൻ അവരോട് പറഞ്ഞത്, ആ സബ്ജക്റ്റുകൾക്കല്ല ഇപ്പോൾ നിങ്ങൾ ചുവടുവെക്കേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അതിൻ്റെ സിലബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ആ ചോദ്യങ്ങൾക്ക് പരിഗണനയില്ല എന്നല്ല, ആ ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ഏരിയകൾ വിട്ട് മറ്റ് ഏരിയകളിലേക്ക് ചോദ്യങ്ങൾ പോകുന്നു. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ +2 എക്സാമിലും +1-ൽ പഠിക്കുന്ന കുട്ടികൾ എഴുതിയ കെമിസ്ട്രി പരീക്ഷാ പേപ്പറിൽ പോലും അത് കണ്ടവർ ഭയാനകമായിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന +1 റിസൾട്ടിനെ പേടിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അതുകൊണ്ട് ഈ വർഷം +1-ൽ അലോട്ട്മെൻറ്റിൽ സയൻസ് കൊടുത്ത കുട്ടികൾ നിർബന്ധമായിട്ടും സയൻസ് എടുത്തിരിക്കണം, ചലഞ്ച് ചെയ്യണം. പക്ഷേ വൃത്തിക്ക് പഠിക്കണം. എങ്ങനെയാ സാറേ ഇത് പഠിക്കാം?
എനിക്ക് മനസ്സിലായി, സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു തിയറിയും PYക്കും മാത്രം പഠിച്ചാൽ എനിക്ക് A+ എത്തിപ്പെടാൻ കഴിയില്ല. ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അങ്ങനെ ചിന്തിക്കുക. ആ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടൂല. നേരെ മറിച്ചിട്ട് നിങ്ങൾ വീണ്ടും പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന അതേ പ്രോസസ്സ് തിയറി PYQ ഇങ്ങനെ പോവുകയാണെങ്കിൽ പണി കിട്ടും. തമ്പനയിൽ പണി കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും തന്നെ, അല്ലാതെ റീച്ചിന് വേണ്ടി പറയുന്നതല്ല. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് തെളിവോട് കൂടിയാണ് അത് പറയുന്നത്. സർ, എനിക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും നല്ല മാർക്ക് വാങ്ങണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ 0യിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു ബേസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ 0യിൽ നിന്നാണ് +1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 18-ാം തീയതി നിങ്ങളെല്ലാവരും ചെല്ലുന്നത് ഒരേ സ്കൂളിലേക്കാണ്, ഒരേ സിലബസിലേക്കാണ്, SCERT സിലബസിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. ആ സ്കൂളിലെ 60 കുട്ടികളുള്ള ഒരു ബാച്ചിലെ ഒരു കുട്ടിയാവാനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, സയൻസ് കിട്ടി, എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കേ, ഈ തിയറിയും PYക്കും കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലെവൽ 1 എന്ന ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. MCQ ആണെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ എഴുതി പഠിക്കണം. ലെവൽ 1 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. സർ, എൻ്റെ ലക്ഷ്യം +1 +2 ഫുൾ മാർക്ക് അടിക്കലല്ല. എൻ്റെ ലക്ഷ്യം +2 കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. സാർ, ഏത് എൻട്രൻസ്? കുട്ടികളെല്ലാവരും നീറ്റ് ചെയ്യുന്ന പറയാം. ആദ്യം നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് ലെവൽ 2 ആണ്. ലെവൽ 2 കീം ലെവൽ, CUET കുസാറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ഹാർഡ് ലെവലിലുള്ള ലെവൽ 3 നീറ്റ് JEE PYQ സെക്ഷനുകളിലേക്ക് പോകാൻ. ഇങ്ങനെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇതിൽ ലെവൽ 1 മാത്രം മതി എന്ത് നേടാൻ? +1 +2 കൂടി 1200 എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ, ഫിസിക്സും കെമിസ്ട്രിയും മാർക്ക് കുറയാതിരിക്കാൻ, ഫിസിക്സിലും കെമിസ്ട്രിയിലും 120ൽ 120 എന്ന് പറയുന്ന മാർക്ക് കരസ്ഥമാക്കാൻ ലെവൽ 1 എന്ന് പറയുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. എന്താണ് സാർ ലെവൽ 1? അവിടെയാണ് MS നിങ്ങളിലേക്ക് വീണ്ടും ഒരു താക്കോലിട്ട് തരുന്നത്. നോക്കിക്കേ, ഇതാണ് +1ൻ്റെ MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ച്. പുതിയ ബാച്ചല്ല ഇത്, ന്യൂട്ടൺ ബാച്ച്. 2025-2026 നീറ്റ് JEE ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന 2 സബ്ജക്റ്റുകൾ മാത്രം കൊടുക്കുന്ന ഒരു ബാച്ചാണത്. ആ ബാച്ചിൻ്റെ ഫീച്ചേഴ്സുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാം ലെവൽ 1, ലെവൽ 2 MCQ. ഇത് രണ്ടും പഠിപ്പിക്കുന്ന ബാച്ചിൻ്റെ പേരാണോ ന്യൂട്ടൺ ബാച്ച്. ഈ ന്യൂട്ടൺ ബാച്ച് മാത്രം മതി നിങ്ങൾക്ക് +1ൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും 60 മാർക്ക് നേടാൻ. ഈ വീഡിയോ കാണുന്ന ഒരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കോ ഇത് മതി. ലെവൽ 1, ലെവൽ 2 +2ൻ്റെ ന്യൂട്ടൺ ബാച്ച് മതി. ലെവൽ 1, ലെവൽ 2 നിങ്ങൾ ചോദിക്കും, സാർ 5499 റുപ്യ. 5499 രൂപ 200 കുട്ടികൾക്ക് മാത്രമാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 കുട്ടികൾക്ക് മാത്രമാണ് ഈ ബാച്ച് ഞാൻ ഈ റേറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ 200 കുട്ടികളെയും MS സൊല്യൂഷൻ ഡയറക്റ്റ് വിളിക്കും. അവർക്ക് ഫുൾ A+ ഉണ്ടോ, 9A+ ആണോ, 8A+ ആണോ എന്നൊന്നും ഇവിടെ ആവശ്യമില്ല. അതൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ലോക്കൽ ആൾക്കാരെ കാണിച്ചാൽ മതി. MS-ന് അത് കാണിക്കണ്ട. MS-ന് കാണേണ്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, എന്നെയാണ് MS വിളിക്കേണ്ടത്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും MS തരൂല. MS പ്രയോറിറ്റി കൊടുക്കുന്നത് നീ സയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ സയൻസ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, +1ൽ നിന്ന് 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ആദ്യം ജോയിൻ ചെയ്യുന്ന ഏത് കുട്ടിയാണെങ്കിലും ആദ്യത്തെ 200 കുട്ടികളെ MS സൊല്യൂഷൻസ് അവരുമായിട്ട് വെബിനാർ കണ്ടക്ട് ചെയ്യും, സൂം മീറ്റിംഗ് നടത്തും. അവർക്ക് വേണ്ട ഫോക്കസ് ചെയ്ത് ആ ലെവൽ 1 എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൊടുത്തിരിക്കും. ഇനി MS-നൊന്നും നോക്കാനില്ല. ഞാൻ എൻ്റെ ഓഫ്ലൈനിലെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഓഫ്ലൈനും കാര്യങ്ങളൊന്നും ഈ വർഷം ഞാൻ നോക്കുന്നേ ഇല്ല. പക്ക ഓൺലൈനിൽ എന്തൊക്കെ കേരളത്തിലും UAE-ലൊക്കെ കിടക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുകൊണ്ട് 1-on-1 മെൻറ്ററിങ് അടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1-on-1 മെൻറ്ററിങ് കൊടുത്ത്, സ്പെഷ്യൽ ലൈവ് കൊടുത്ത്, 1 ഷോട്ട് എൻട്രൻസ് ക്ലാസ് കൊടുത്ത്, ടോപ്പിക് വൈസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ലെവൽ 1, ലെവൽ 2 ക്രാക്ക് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ലെവൽ 1, ലെവൽ 2 ക്രാക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് +1ൻ്റെയും +2ൻ്റെയും ഒരു ഫുൾ മാർക്ക് മാത്രമല്ല. ആ കുട്ടിക്ക് ഏത് ചോദ്യം കൊടുത്തു കഴിഞ്ഞാലും ആ കുട്ടി അത് ചെയ്തിരിക്കും.
അത് പക്ക ഫോക്കസ് ചെയ്യുന്ന ന്യൂട്ടൺ ബാച്ചിനെ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഏത് ചോദ്യം കൊടുത്താലും ആ കുട്ടി ആൻസർ ചെയ്യും. ഇനി ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആ കുട്ടി മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കയറി വരുന്നതെങ്കിൽ ആ കുട്ടി ഏത് ചോദ്യം കൊടുത്താലും അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും. ഒറ്റയടിക്ക് നമുക്ക് കൊണ്ട് ഒരാൾ ന്യൂട്ടൺ ആക്കാൻ പറ്റൂല. തലയിൽ ആപ്പിൾ വീണത് കൊണ്ടാണ് ന്യൂട്ടൺ ചിന്തിച്ചതെന്നൊന്നുമില്ല. തലയിൽ ആപ്പിൾ വീണപ്പോൾ എന്തുകൊണ്ട് വീണു എന്നാണ് ന്യൂട്ടൺ ചിന്തിച്ചത്. ഓൾറെഡി ന്യൂട്ടൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സാണ്. നമ്മളൊരു തല ആപ്പിൾ വീണിട്ടാണ് ന്യൂട്ടൺ ടോപ്പായതെന്ന്, അങ്ങനെയൊന്നുമില്ല. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്പിൾ ഉണ്ട്, ആ ആപ്പിൾ നിങ്ങൾക്ക് തലയിലേക്ക് വിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ? MS സൊല്യൂഷൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് NMSൻ്റെ ന്യൂട്ടൺ ആപ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്സും കെമിസ്ട്രിയും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. തെളിവ് സഹിതമാണ് ഞാൻ എല്ലാം നിരത്തി കാണിച്ചത്. ഫിസിക്സ് കെമിസ്ട്രിയെ നിങ്ങൾ തമാശയാക്കി എടുക്കരുത്. 10ാം ക്ലാസ്സിൽ പാട്ടും പാടി പഠിപ്പിച്ചു, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ടോപ്പാണ്, ഇത് സിമ്പിളാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന സിലബസ് അല്ല +1 +2 ഫിസിക്സ് കെമിസ്ട്രി. ഒന്നുകിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന നീറ്റ് സ്റ്റുഡൻസിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇക്കൊല്ലം +2 പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും, MS പറഞ്ഞതിൽ എന്തോ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അതിൻ്റെ റിസൾട്ടുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ റിഡോക്സ് എന്ന് പറയുന്നത് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഫിസിക്സ് കെമിസ്ട്രി ബോർഡ് ലെവലിൽ A+ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. പക്ഷേ ആ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ല. ഫുൾ മാർക്കിലേക്ക് എത്തണമെങ്കിൽ ന്യൂട്ടൺ ബാച്ച്, A+ലേക്ക് എത്താൻ റിഡോക്സ് ബാച്ച്, ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന ഒരു നമ്പർ ഉണ്ട്, ഞാൻ വീണ്ടും ആ നമ്പർ വേണേൽ ബോർഡിൽ എഴുതി തരാം. 70 12 67 00 55, അല്ലെങ്കിൽ 80 75 12 50 31. ഇത് രണ്ടിൻ്റെ നമ്പർ തന്നെ. മെസ്സേജ് അയക്കുക, ജോയിൻ ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ട. പാരൻസിനോട് പൈസ വാങ്ങുക, ജോയിൻ ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാര്യം നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും MS ആണ് ഗ്യാരണ്ടി പറയുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. അതിനപ്പുറത്തേക്ക് വേറൊരു കോംപ്രമൈസും നമ്മൾ തമ്മിലുണ്ടാവരുത്. ഓക്കെ ആണല്ലോ? യെസ്, വേറൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. സോ ഫിസിക്സ് കെമിസ്ട്രി നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം. കെമിസ്ട്രിയൊക്കെ നമുക്ക് പാട്ടും പാടി കോഡിലൂടെയും ട്രിക്സ്, എൻട്രൻസിൻ്റെ കോഡുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ +1 സയൻസ് എടുക്കുന്ന കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് സയൻസ് കിട്ടട്ടെ. അത് കഴിഞ്ഞ് സയൻസിന് ശേഷം ആ ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എൻ്റെ കൂടെ സിമ്പിളായിട്ട് ഈ 2 സബ്ജക്റ്റുകൾ ഏത് സംശയവും നമുക്ക് എന്ത് ചെയ്യാം, 24 മണിക്കൂറും ഉത്തരം പറയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? സോ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് അല്ലെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ടോ. ഇപ്പോൾ മെറ്റീരിയൽ ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നിലവിൽ മെറ്റീരിയൽ ഫ്രീയും കൂടിയാണ്. അതും ആദ്യത്തെ 200 കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.